Hi friends, welcome to the new video. Today we are going to talk about Floorman interview questions and answers part 2. I already uploaded part 1. It's in the description. So please check. If you like this video, don't forget to like, comment and share the video. And don't forget to subscribe this channel. So let's start. Question number 1. What is full open safety valve? It is a ball valve can hold high pressure from both directions. It is very important when well flows to the drill pipe. While all the drilling operations FOSV in open position and should be hanged on the air winch. Why open position? Because if it is in closed position we cannot connect. ഇത് ഹൈ പ്രഷർ കണ്ടീഷൻസിന് രൂപകൽപ്പന ചെയ്ത ഒരു ബോൾ വാൽവാണ്. ഇതിന് രണ്ട് ദിശകളിൽ നിന്നും പ്രഷർ ഹോൾഡ് ചെയ്യാൻ കഴിയും. പൈപ്പിന്റെ ഉള്ളിലൂടെ ഫ്ലോ വരുമ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ഡ്രില്ലിംഗ് ഓപ്പറേഷനിൽ FOSV ഓപ്പൺ പൊസിഷനിൽ ആയിരിക്കണം, കൂടാതെ എയർ വിഞ്ചിൽ ഹാങ് ചെയ്തിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഈസ് ഗ്രേ വാൽവ്? ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ബാക്ക് പ്രഷർ വാൽവ്. ഇറ്റ് ഈസ് എ ഹെവി ഡ്യൂട്ടി ഡ്രോപ്പ് ചെക്ക് വാൽവ് പൊസിഷൻഡ് ഇൻ ദ റിഗ് ഫ്ലോർ to control formation pressure during a kick. It can control backflow by itself. ഇതിനെ ബാക്ക് പ്രഷർ വാൽവ് എന്ന് കൂടി വിളിക്കുന്നു. ഇത് റിഗ് ഫ്ലോറിൽ സ്ഥാപിക്കുന്ന ഒരു ഹെവി ഡ്യൂട്ടി ഡ്രോപ്പ് ചെക്ക് വാൽവ് ആണ്. ഇത് കിക്ക് സമയത്ത് ഫോർമേഷൻ പ്രഷർ കൺട്രോൾ ചെയ്യുന്നു. അതുമാത്രമല്ല, ഡ്രിൽ പൈപ്പിനുള്ളിലൂടെ ബാക്ക് ഫ്ലോ വരികയാണെങ്കിൽ ഇത് സ്വയം നിയന്ത്രിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 3. വാട്ട് ഈസ് ഡീസാൻഡർ, ഡീസിൽട്ടർ ആൻഡ് ഡീഗ്യാസർ? Desander to separate sand particles from the retained mud. Desilter separates small particles from the mud. Degasser separate gas from the mud. Fourth question. What is agitator? It is a mixing device circulate inside the mud tank, so the chemicals inside the tank never held down all the time. Please check the figure. It consists of a motor, speed reducer, shaft and impeller. അജിറ്റേറ്റർ മഡ് ടാങ്കിൽ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതിനാൽ ടാങ്കിലെ കെമിക്കൽസ് എല്ലായ്പ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. Fifth question. What is choke manifold? It is used to lower the pressure from the wellhead. It consists of a set of high pressure valves and have at least 2 chokes. Chokes is fixed or adjustable or a mix of both. If one choke is out of service, flow can direct by the other one, and the gases can be flared off. Normally red in color. Choke manifold as shown in the figure. ചോക്ക് മാനിഫോൾഡ് വെൽഹെഡിൽ നിന്നുള്ള പ്രഷർ കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. ഉയർന്ന മർദ്ദമുള്ള വാൽവുകൾ അടങ്ങിയിരിക്കുന്നു. അതുമാത്രമല്ല, കുറഞ്ഞത് 2 ചോക്കുകൾ ഉണ്ടായിരിക്കും. ചോക്കുകൾ ഫിക്സഡ് അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിരിക്കും. അതുമല്ലെങ്കിൽ രണ്ടും കൂടി അടങ്ങിയതായിരിക്കും. ഒരു ചോക്ക് ഔട്ട് ഓഫ് സർവീസ് ആണെങ്കിൽ തന്നെ ഫ്ലോ നമുക്ക് അടുത്തതിലൂടെ വിടാൻ സാധിക്കും. ബാക്കിയുള്ള ഗ്യാസസ് പുറന്തള്ളാനും സാധിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 6. ഫംഗ്ഷൻ ഓഫ് ട്രിപ്പ് ടാങ്ക്. ഇറ്റ് ഈസ് എ സ്മോൾ മെറ്റൽ ടാങ്ക് വിത്ത് എ കപ്പാസിറ്റി അബൌട്ട് 20 to 40 barrel. 1 barrel equal to 158.987 liters. 1 barrel also equal to 42 gallons. It can be used to monitor the well for losses or gain while trip in and trip out the hole. Check the figure how it works. ട്രിപ്പ് ടാങ്ക് എന്ന് പറയുന്നത് 20 മുതൽ 40 ബാരൽ വരെ ശേഷിയുള്ള ഒരു മെറ്റൽ ടാങ്കാണ്. ഇത് ട്രിപ്പ് ഇൻ അല്ലെങ്കിൽ ട്രിപ്പ് ഔട്ട് സമയത്ത് വെൽ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. 7th question. How many mud pump in your rig? You can say normally 3 to 4 mud pump in my rig. 8th question. Which type of mud pump in your rig? There are mainly 2 type of mud pump, duplex and triplex mud pump. In my rig it is triplex mud pump. 9th question. What is shell shaker? It is a component of circulating system used to separate cuttings from mud when returns the well. ഷെൽ ഷേക്കർ എന്താണെന്ന് വെച്ചാൽ വെൽബോറിൽ നിന്ന് തിരികെ വരുന്ന മഡിൽ നിന്ന് കട്ടിങ്സ് വേർതിരിക്കാൻ സഹായിക്കുന്നു. ഇത് ഡ്രില്ലിംഗ് സർക്കുലേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഘടകമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് ഈസ് കെല്ലി ഹോസ് ആൻഡ് ഇറ്റ്സ് ലെങ്ത്? ഇറ്റ് ഈസ് ആൾസോ കോൾഡ് മഡ് ഹോസ് ഓർ റോട്ടറി ഹോസ്. ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ ഹൈ പ്രഷർ ഹോസ് കണക്റ്റിംഗ് സ്റ്റാൻഡ് പൈപ്പ് ടു ദ ടോപ്പ് ഡ്രൈവ്. ഇറ്റ്സ് ലെങ്ത് ഈസ് 55 feet. ആസ് shown in the figure, this is Kelly hose. സ്റ്റാൻഡ് പൈപ്പിൽ നിന്ന് ടോപ്പ് ഡ്രൈവിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ഫ്ലെക്സിബിൾ ഹൈ പ്രഷർ ഹോസാണ് കെല്ലി ഹോസ്. ഇതിൻ്റെ നീളം 55 അടി ആയിരിക്കും.
Question number 11. Which type of engines you have on the rig? There are mainly two types, CAT 3512 and CAT 35128. In this figure, it is CAT 3512 engine. Question number 12. How many engines in your rig? You can say, in my rig there are 4 engines. Question number 13. How many hours you need to change the engine oil? After 500 hours, the CAT engine need to be serviced. 14th question. How many ways to start an engine? There are 2 types, air start and electric start. The last question. How do you produce air at the rig site? Answer is using an air compressor. Thanks for watching. If you like this video, don't forget to subscribe my channel and also like, share and comment this video.